ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിൽ. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ലോഡ് ഷെഡിംഗ് വേണമെന്ന ആവശ്യവുമായി KSEB. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡിലുള്ള 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിൽ. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കർശന ജാഗ്രത. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ ലക്നൌ മുംബൈ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് വരും ഘട്ടങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ മാഢയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. സംസ്ഥാനത്തെ ലാത്തൂരിലും ഒസ്മാനാബാദിലും തെലങ്കാനയിലും വിവിധ തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളെ അദ്ദേഹം ഇന്ന് അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകളും ന്യൂഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയുമായ ബൻസുരി സ്വരാജ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണമെന്ന് KSEB സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് KSEBയുടെ നിർദ്ദേശം. ഇതുവരെ 700-ലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാർ സംഭവിച്ചുവെന്നും ഓവർലോഡ് കാരണമാണ് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതെന്നും KSEB വ്യക്തമാക്കി. നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ KSEB ഉന്നതതല യോഗം ചേരും. അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. ഇന്നലെ മാത്രം 11.31 കോടി യൂണിറ്റ് വൈദ്യുതിയാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. ഇടുക്കി ജില്ലയിലെ വൈദ്യുതി മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ചർച്ച നടത്തി. ജില്ലയിലെ പല പ്രദേശങ്ങളിലും വൈദ്യുതി മുടങ്ങുന്നതും വോൾട്ടേജ് ക്ഷാമവും ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. തൊടുപുഴ നഗരപ്രദേശം, കുമ്മങ്കല്ല്, ദേവികുളം, വട്ടവട, കട്ടപ്പന എന്നിവിടങ്ങളിലും അതിർത്തി മേഖലകളിലും പരാതികൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡിലുള്ള 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കീഴ്ക്കോടതി ജാമ്യ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ പ്രതികളുടെ സ്വാഭാവിക ജാമ്യം തടയാൻ CBI ആദ്യഘട്ട കുറ്റപത്രം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. 3 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത്. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയാണ്. അടുത്ത മാസം 2 വരെ ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ ജില്ലയിൽ 40 ഡിഗ്രി വരെയും, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 39 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 2 വരെ അടച്ചിടും. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അങ്കണവാടികൾക്ക് ഒരാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നു. കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിൽ എത്തിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ITIകൾക്കും മെയ് 4 വരെ അവധി നൽകി. വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സമയ ക്രമീകരണം 15 വരെ നീട്ടിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശങ്ങളിൽ താറാവുകളെയും മറ്റ് പക്ഷികളെയും കൂട്ടത്തോടെ കൊന്ന് മറവ് ചെയ്യുന്ന നടപടിക്ക് തുടക്കമായി. എടത്വ പഞ്ചായത്ത് 10ാം വാർഡിലും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 7ാം വാർഡിലും തകഴി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലുമായി 45,631 പക്ഷികളെയാണ് നശിപ്പിക്കുന്നത്. ഇതിനായി ദ്രുതകർമ്മ സേനയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്നു. ഉഖ്രൂൽ ജില്ലയിലെ 5 പോളിംഗ് സ്റ്റേഷനുകളിലും സേനാപതി ജില്ലയിലെ ഒരിടത്തുമാണ് ഇന്ന് രാവിലെ 7 മുതൽ വൈകിട്ട് 4 മണി വരെ വോട്ടെടുപ്പ് നടക്കുന്നത്. റീപോളിംഗ് നടക്കുന്ന 6 ഇടങ്ങളിൽ ഈ മാസം 26-നാണ് വോട്ടെടുപ്പ് നടന്നത്. മദ്യനയ അഴിമതി കേസിൽ ED അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയുമാണ് കേസിൽ ഇന്നലെ വാദം കേട്ടത്. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന വാദമാണ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ ഉയർത്തിയത്.
കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് നാളെ മുതൽ കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. റാസൽ ഖൈമ, ദമാം, അബുദാബി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് ആരംഭിക്കുന്നത്. റാസൽ ഖൈമയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബോയിങ് 737 മാക്സ് വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുക. ചൊവ്വ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് സർവീസുകൾ. ദമാമിലേക്കും അബുദാബിയിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വ്യാഴാഴ്ചയാണ് ആരംഭിക്കുക. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ദമാമിലേക്ക് സർവീസ് നടത്തുന്നത്. അബുദാബിയിലേക്ക് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് സർവീസ് ഉണ്ടാവുക. മസ്കറ്റിലേക്ക് നാളെ മുതൽ അധിക സർവീസും ഉണ്ടാവും. കിയാലും എയർ ഇന്ത്യ എക്സ്പ്രസും തമ്മിൽ ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നത്. ഇതോടെ കണ്ണൂരിൽ നിന്ന് ആഴ്ചയിൽ 206 സർവീസുകൾ ഉണ്ടാകും. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനോട് KSRTC ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ KSRTC CMD ഗതാഗത മന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. KSRTC വിജിലൻസ് വിഭാഗമാണ് മേയറുടെ പരാതിയിൽ പരിശോധന നടത്തുന്നത്. ഡ്രൈവർക്കെതിരെ വിശദമായി അന്വേഷണം നടത്തിയ ശേഷം നടപടി സംബന്ധിച്ച് തീരുമാനം മതിയെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. അതേസമയം മേയർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 ബംഗ്ലാദേശിലെ സിൽഹെറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 ഏകനാ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ നാവികസേനാ മേധാവിയായ ആദ്യ മലയാളി അഡ്മിറൽ R ഹരികുമാർ ഇന്ന് വിരമിക്കും. 2021 നവംബർ 30 മുൻ അഡ്മിറൽ കരം സിംഗ് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് വെസ്റ്റേൺ നേവൽ കമാൻഡിൽ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ചീഫായിരുന്ന R ഹരികുമാർ സേനാ മേധാവിയായി ചുമതലയേറ്റത്. പുതിയ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേൽക്കും. ഇന്ത്യൻ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷനിൽ അറ്റകുറ്റപ്പണികൾക്കായുള്ള ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് ചില ട്രെയിനുകൾ റദ്ദാക്കി. നാളെ രാവിലെ 7:45 എറണാകുളത്ത് നിന്നും കോട്ടയം വരെ പോകുന്ന സ്പെഷ്യൽ പാസഞ്ചർ ട്രെയിനും വൈകിട്ട് 5:20 കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് തിരിച്ചുമുള്ള ട്രെയിനും റദ്ദാക്കി. ഇന്ന് വൈകിട്ട് 5:40 എറണാകുളത്ത് നിന്നും ഷൊർണൂർ വരെ പോകുന്ന മെമുവും നാളെ 4:30 ഷൊർണൂർ നിന്ന് തിരിച്ച് എറണാകുളം പോകുന്ന ട്രെയിനും റദ്ദാക്കിയിട്ടുണ്ട്. നാളെ രാത്രി 11:15 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ചേർത്തല, ആലപ്പുഴ സ്റ്റോപ്പുകളിൽ പോകാതെ കോട്ടയം വഴി തിരിച്ചുവിടും. ഇന്നും നാളെയുമുള്ള മറ്റ് ചില ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ടെന്നും റെയിൽവേ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ നഗരസഭാ അതിർത്തിയിലെ പാറക്കടവ് മഞ്ഞമാവ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശത്ത് പരിശോധന നടത്തി. മുട്ടം, കരിങ്കുന്നം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ഇല്ലിച്ചാരിയിലെ ക്യാമറയിൽ പതിഞ്ഞ പുലിയാണ് മഞ്ഞമാവിലും എത്തിയതെന്നാണ് നിഗമനം. മുൻ മുഖ്യമന്ത്രി R ശങ്കറിന്റെ 115ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പാളയത്തെ R ശങ്കർ പ്രതിമയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുഷ്പാർച്ചന നടത്തി. KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ, മുൻ പ്രസിഡന്റ് VM സുധീരൻ, R ശങ്കർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് T ശരത് ചന്ദ്ര പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ ഡൽഹി എയിംസും ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് കവരത്തി, ആന്ത്രോത്ത് ദ്വീപുകളിലായി 2 ദിവസത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു. ശിശു, നേത്ര, ത്വക്ക് രോഗം തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 15ഓളം വിദഗ്ധ ഡോക്ടർമാരും പാരാമെഡിക്കൽ സംഘവുമാണ് മെഡിക്കൽ ക്യാമ്പ് സംഘത്തിൽ ഉള്ളത്. കണ്ണൂർ ചെറുകുന്നിനടുത്ത് പുന്നച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. കാറിലുണ്ടായിരുന്ന കാസർഗോഡ് നീലേശ്വരം സ്വദേശി KN പത്മകുമാർ, കണ്ണൂർ കരിവള്ളൂർ സ്വദേശി കൃഷ്ണന്റെ മകൾ അജിത, അജിതയുടെ ഭർത്താവ് ചിറ്റാരിക്കാലിൽ സുധാകരൻ, ആകാശ് എന്നിവരാണ് മരിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 259 പോയിന്റ് ഉയർന്ന് 74,930 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 88 പോയിന്റ് നേട്ടത്തിൽ 22,732 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 6,655 രൂപയും പവന് 53,240 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് മധ്യപ്രദേശിൽ. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. ലോഡ് ഷെഡിംഗ് വേണമെന്ന ആവശ്യവുമായി KSEB. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡിലുള്ള 7 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കേരളം അത്യുഷ്ണത്തിന്റെ പിടിയിൽ. ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കർശന ജാഗ്രത. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ ലക്നൌ മുംബൈ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.